ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ, പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ, പുലാക്കോട്, ചേലക്കര. ഫോൺ 7306 722 808. പാഞ്ഞാളിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ P കൃഷ്ണൻകുട്ടി രംഗത്ത്. കക്കൂസ് മാലിന്യം ജലാശയത്തിൽ ഒഴുക്കിവിടുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താവുന്ന വലിയ കുറ്റമാണെന്നും സംഭവത്തിൽ കർശന നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ പരാതിക്കാർ തനിക്കെതിരെ തിരിഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്നും സംഭവം അറിഞ്ഞയുടൻ പഞ്ചായത്ത് എടുക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസിനെ വിവരം അറിയിച്ചുവെന്നും തുടർന്നും നടപടിയില്ലാത്ത പക്ഷം കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും P കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. ഇന്നലെ റൈറ്റ് വിഷന്റെ വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. കാരണം അതിൽ കുറ്റപ്പെടുത്തലുകൾ ഗ്രാമപഞ്ചായത്തിനെതിരായും വ്യക്തിപരമായി എനിക്കെതിരായും ഉള്ള ചില ആരോപണങ്ങൾ അതല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ സത്യാവസ്ഥ അവിടുത്തെ ആളുകൾക്കും പൊതുവെ ജനങ്ങൾക്കും അറിയാം. ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചില കുബുദ്ധികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെയുള്ള പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ നാവായി ഇവർ മാറി എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തില്ല എന്നുള്ളത് അസത്യമാണ്. പരാതി, അതായത് ഈ സംഭവം നടന്ന ദിവസം രാത്രി 11 മണി മുതൽ അവരെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ 11:20 ഉദ്ദേശം 11:30 മുമ്പായിട്ട് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ബൈക്ക് കുറച്ച് ദൂരെ നിർത്തിയാണ് നടന്നു പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ അവസ്ഥകൾ പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയും കാര്യങ്ങളൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഈ കുടുംബങ്ങളോടും ഈ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി കളഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയുമായും എല്ലാം നേരിട്ട് സംസാരിച്ചതുമാണ്. അദ്ദേഹത്തിനെതിരെ മാലിന്യം നിക്ഷേപിച്ച വ്യക്തിക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് കൂടി അതോടൊപ്പം ചേർത്ത് കണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഇത് പ്രശ്നമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് പരാതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാമപഞ്ചായത്ത് HIനെ അങ്ങോട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ അവിടെ വിടുകയും സ്ഥല പരിശോധന നടത്തി അതെങ്ങനെയാണ് അത് പ്രശ്നം ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം ഒഴുക്കി കളഞ്ഞ വ്യക്തിയെ ഗ്രാമപഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഇനി ഇത് ഉണ്ടാകാതിരിക്കാനുള്ള വേണ്ട നിർദ്ദേശങ്ങൾ, മറ്റൊരു പിറ്റ്, ഒരു ഔട്ടറും കൂടെ വെച്ചിട്ട്, ഇപ്പോൾ ഈ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഔട്ടറിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് മറ്റൊരു ഔട്ടറും കൂടി ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മാലിന്യം പുറത്തു പോകാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം റിട്ടേൺ കംപ്ലയിൻറ്റ് ലഭിച്ചു. റിട്ടേൺ കംപ്ലയിൻറ്റ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യ വിഭാഗം HIയും JHIയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി പരിശോധന നടത്തുകയും ഒരാഴ്ചയ്ക്കകം അടിയന്തരമായി നടത്തേണ്ടുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഞങ്ങൾ കൂടിയാലോചിച്ച് ഈ സാധാരണ മാലിന്യം കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കി പോകേണ്ടത്. മാലിന്യം വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കത്തിക്കുക, അതല്ലെങ്കിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലും പൊതുജലാശയങ്ങളിലേക്ക് മാലിന്യം നിക്ഷേപിച്ചാലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് 5000 രൂപ മുതൽ 50,000 രൂപ വരെ
പിഴ ഈടാക്കാവുന്ന അധികാരവും മജിസ്റ്റീരിയൽ പവറും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിഷയം അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ളതാണ്. കക്കൂസ് മാലിന്യമാണ് പൊതുജലാശയത്തിലേക്ക് തുറന്നു വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു തരത്തിലും അവിടെ നിൽക്കേണ്ടുന്ന ഒന്നല്ല. ആ നിയമത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് ആക്റ്റും അതോടൊപ്പം വന്നിട്ടുള്ള പുതിയ മാലിന്യ നിയമങ്ങളും അത് കൂടുതൽ ഗൗരവമുള്ള നിയമങ്ങളാണ് അതിലുള്ളത്. അതുപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടത് പോലീസ് കേസെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അത് നമ്മൾ പോലീസിന് ഈ വിവരം കൊടുക്കുകയും ഈ പരാതിയും അതോടൊപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങളും പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ ആരോട് ചോദിച്ചിട്ടാണ് പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നെ ഈ സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കുട്ടിക്ക് സുഖമില്ലാതെ ആശുപത്രിക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞ് മണികണ്ഠൻ എന്ന് പറയുന്ന സുഹൃത്ത് വിളിച്ചു എന്നുള്ളതൊഴികെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ച് ഒരാളും എന്നെ വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നിയമപ്രകാരം നടക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി അവിടെ നടന്നു പോയിട്ടുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് തന്നെ നിയമപ്രകാരം ചെയ്യാവുന്ന എല്ലാ നടപടികളും അവിടെ നടന്നു പോകും. ഇത് നമ്മൾ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ഇനി പോലീസ് എന്തെങ്കിലും കാരണവശാൽ കേസെടുക്കാതെ വരികയാണെങ്കിൽ ബന്ധപ്പെട്ട നിയമത്തിൽ തന്നെ മറ്റൊരു അനുച്ഛേദം കൂടി അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് സെക്രട്ടറി മജിസ്റ്റീരിയൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നടപടി എടുത്തു പോകണമെന്നുള്ളതാണ്. നിലവിൽ ഉള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവമായ വിഷയമാണ് മാലിന്യം പൊതുജലാശയത്തിലേക്ക് തള്ളിയത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പെരുമാറിയിട്ടുള്ളത്. അതനുസരിച്ചാണ് പോലീസിന് നമ്മൾ ഇത് കൈമാറിയിട്ടുള്ളത്. പരാതിക്കാരിൽ ഒരാൾ തന്റെ പേരെടുത്തു പറഞ്ഞത് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നും പ്രദേശത്തെ വഴിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിൽ തനിക്കെതിരെ തിരിയുകയായിരുന്നുവെന്നും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മറ്റൊരു വിഷയം വ്യക്തിപരമായി എൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി അവിടെ അനവധി പ്രാവശ്യം റൈറ്റ് വിഷൻ ന്യൂസിൽ പ്രത്യേകിച്ചും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അത് മറ്റൊരു വിഷയം. അതായത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന തോട്ടുചാലിൻ്റെ സൈഡിൽ കൂടെയുള്ള തോട്ടുചാൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് നമുക്കവിടെ ഭൂമി നിലവിൽ കൈവശമുള്ള ഭൂമി കൂടെയാണ് നമുക്ക് നിർമ്മാണ പ്രവൃത്തി നടത്താൻ പറ്റുള്ളൂ. ഇവരുടെ വീട്ടിലേക്ക് വരുന്നതിന് പഴയ പോസ്റ്റ് ഓഫീസ് റൂട്ടിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗത്ത് 1 മീറ്റർ പോലും വീതിയില്ലാത്തൊരവസ്ഥയാണ്. അവിടെ ഒരു സൈഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. അവിടെ കെട്ടുമ്പോൾ 3 സൈഡ് കെട്ടുവരണം. തോടിൻ്റെ 2 സൈഡും അതുപോലെ ഇവർക്ക് നടന്നു പോകുന്ന വഴിയുടെ മറ്റേ സൈഡും. അങ്ങനെ 3 സൈഡ് കെട്ടിവരണം. 3 സൈഡ് കെട്ടിവരണമെങ്കിൽ നമുക്ക് ഭൂമി അവിടുന്ന് വിട്ട് കിട്ടിയിട്ടില്ല. അവരുടെ ഭൂമി നികുതി അടച്ച രസീത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉപയോഗിച്ച് ഇവിടെ പഴയ പോസ്റ്റ് ഓഫീസ് റോട്ടിൽ നിന്ന് തോട്ടുബണ്ട് സംരക്ഷണം ആരംഭിച്ചാൽ അത് എങ്ങും എത്താതെ നിൽക്കുമെന്നുള്ളത് കൊണ്ട് തോടിൻ്റെ മറ്റ് സൈഡിൽ നിന്നും, അതായത് റോഡ് വന്ന് നിൽക്കുന്ന കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സംരക്ഷണ പ്രവൃത്തി നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായും ഇവരുടെ പറമ്പിലേക്ക് ഇവർക്ക് വാഹന സൗകര്യം ലഭിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ തോട്ടുചാൽ ബണ്ടിൻ്റെ സംരക്ഷണ പ്രവൃത്തി നടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചില പരാതികളാണ് അവർ വ്യക്തിപരമായി എൻ്റെ പേരെടുത്ത് അവർ മാത്രമാണ് എന്ന് തോന്നുന്നു. എനിക്ക് എന്നെ വാർഡ് മെമ്പർ എന്നുള്ള പദപ്രയോഗം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് അവരാണ്. അത് അവരുടെ വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ആളുകൾ പ്രധാനമായും ഇതിൻ്റെ പിന്നിൽ ഇവരെ വേഷം കെട്ടി ചാനലിനും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലും വിവരങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഇറക്കിയത് ആരായാലും അത് അവരെല്ലാം അതിൻ്റെ ഭാഗമാണ്. അത് പ്രത്യക്ഷത്തിൽ ആരെയും കാണാനില്ല, ഇതുവരെ പ്രത്യക്ഷത്തിൽ ആരെയും കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ ആലോചിച്ചാൽ അത് കണ്ട ആളുകൾക്ക് അത് മനസ്സിലാവും, ഈ നാട്ടിലുള്ളവർക്കും അത് മനസ്സിലാവും. അല്ല, CPM എന്ന ഒരു പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. രാഷ്ട്രീയ നേട്ടം ഇതുകൊണ്ടുണ്ടാകുന്ന പാർട്ടികൾ ഇപ്പോൾ അവിടെ പ്രധാനമായും എൻ്റെ തൊട്ടടുത്ത അതല്ലെങ്കിൽ ആ വാർഡിൽ നേട്ടം ആഗ്രഹിക്കുന്ന BJP പോലെയുള്ള കക്ഷികൾ അതിൻ്റെ ഭാഗത്തുണ്ടാകും. പ്രധാനമായിട്ടും അവരുടെ ഒരു ഇടപെടലാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.